നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെട്രോളിനും ഡീസലിനും വില കൂടും. എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇടിമിന്നലിൽ വീടുകളിൽ വ്യാപക നാശനഷ്ടം. മുണ്ടൂർ പഴമുക്കിൽ ഇന്ന് പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. കയ്പമംഗലം കാളമുറിയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഡിവൈഡറിലിടിച്ച് അപകടം. ചാലക്കുടിയുടെ സ്വന്തം അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് സ്മാരക പുരസ്കാരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിന് സമർപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പെട്രോളിനും ഡീസലിനും വില കൂടും. എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കൂടും. എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ 2 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെയാണ് രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുക. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവകൾ മൂലം ആഗോള വ്യാപാര യുദ്ധം ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞുവരുന്ന സമയത്താണ് ഈ നടപടി. ഈ വില വർധനവ് പണപ്പെരുപ്പ് സമ്മർദ്ദം അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ സമയത്തെ ഈ തീരുമാനം ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഉയർന്ന ഇന്ധനവില ഗാർഹിക ബഡ്ജറ്റിനെ കൂടുതൽ ഞെരുക്കും. കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തൃക്കൂർ സ്വദേശിനി ചിറമൽ വീട്ടിൽ ഡേവിസ് മകൾ അന്ന ഏഞ്ചലാണ് മരിച്ചത്. BA എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായിരുന്നു. 3 ആഴ്ച മുൻപാണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ വാൻ നിയന്ത്രണം വിട്ട് വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പണിക്കാട്ടിൽ ഡോക്ടർ വിജയന്റെ വീട്ടുപറമ്പിലെ മതിലാണ് തകർന്നത്. ഇടിമിന്നലിൽ വീടുകളിൽ വ്യാപക നാശനഷ്ടം. മുണ്ടൂർ പഴമുക്കിൽ ഇന്ന് പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ ഇടിമിന്നലിൽ 5ഓളം വീടുകളിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ഒറുവിൽ വീട്ടിൽ ഭവ്യന്റെ വീട്ടിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും കത്തി നശിച്ചു. സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളും പൊട്ടിത്തെറിച്ചതോടെ വീട്ടുകാർ ഭയന്ന് പുറത്തേക്കോടി. സമീപത്തെ പാറപ്പുറത്ത് വീട്ടിൽ ശ്രീധരന്റെ ഇൻവെർട്ടറും ലൈറ്റുകളും, കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ സിൻഡോയുടെ ഇൻവെർട്ടർ, ഫാൻ, ലൈറ്റ് എന്നിവയും കത്തി നശിച്ചു. സമീപത്തെ മറ്റ് 2 വീടുകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കയ്പമംഗലം കാളമുറിയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് അപകടം. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ കാളമുറി സെന്ററിന് വടക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂർ സ്വദേശികളായ മേരിക്കുട്ടി, ആന്റണി, ജോയൽ, കെവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ MHM ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്രേക്ക് തകരാറിലായ കാർ ഡിവൈഡറിൽ ഇടിച്ച് നിർത്തുകയായിരുന്നുവെന്ന് പറയുന്നു. ചാലക്കുടിയുടെ സ്വന്തം അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് സ്മാരക പുരസ്കാരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിന് സമർപ്പിച്ചു. ജോസ് കെ മാണി MP യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുരസ്കാരം സമർപ്പിച്ചു. യോഗത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ചാലക്കുടിക്കാരനായിരുന്നു അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ്.
അദ്ദേഹത്തിന്റെ 27ാമത് അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ സെക്രട്ടറി എൻ കുമാരൻ, ട്രഷറർ അഡ്വക്കേറ്റ് PI മാത്യു, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ, സംവിധായകൻ സുന്ദർദാസ്, സുഭാഷ് ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് KB സുനിൽ കുമാറിനെ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ പ്രവർത്തകർ ആദരിച്ചു. ചേർന്ന് തൃശ്ശൂരിൽ പ്രാക്ടീസ് ആരംഭിക്കും ഓഫീസിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ഇവിടെ സൂചിപ്പിച്ച പോലെ അഡ്വക്കേറ്റ് PK ഇട്ടു XMLയുടെ മെമ്മോറിയൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 27ാം ചരമവാർഷികവും അതോടൊപ്പം നടത്തുന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവുമാണ്. പ്രാക്ടീസ് ആരംഭിച്ച വ്യക്തിയെന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ വളരെയധികം സന്തോഷം. സുനിൽകുമാർ ചാലക്കുടി കാമറ്റത്തിൽ ബാലൻ്റെയും സരോജിനിയുടെയും മൂത്ത മകനായിട്ട് 1966 ഓഗസ്റ്റ് 2-ാം തീയതി ജനിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 115 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8285 രൂപ, പവന് 66,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോളിനും ഡീസലിനും വില കൂടും. എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇടിമിന്നലിൽ വീടുകളിൽ വ്യാപക നാശനഷ്ടം. മുണ്ടൂർ പഴമുക്കിൽ ഇന്ന് പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. കയ്പമംഗലം കാളമുറിയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഡിവൈഡറിലിടിച്ച് അപകടം. ചാലക്കുടിയുടെ സ്വന്തം അഡ്വക്കേറ്റ് PK ഇട്ടു സ്മാരക പുരസ്കാരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽ കുമാറിന് സമർപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.